ഹലോ, നമസ്കാരം. എല്ലാവർക്കും കേരളപ്പിറവിയുടെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. പിറന്ന നാടിൻ്റെ 69ാമത് പിറന്നാളാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് കുട്ടിക്കാലം മുതൽ നാം കേൾക്കുന്ന നമ്മുടെ നാടിൻ്റെ 69ാമത് പിറന്നാൾ ഒന്ന് തിരുത്തി എഴുതാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് ദൈവങ്ങൾ വസിക്കുന്ന ഇടമാണ് നമ്മുടെ കേരളം. മനസ്സിൽ ദൈവാംശമുള്ള ഒരുപാട് പേർ, പ്രവർത്തനങ്ങളിലൂടെ കൂട്ടായ്മകളിലൂടെ നന്മ പങ്കുവെക്കുന്ന ഒരുപാട് പേർ വസിക്കുന്ന ഇടം, അതാണ് കേരളം. ജാതി മത രാഷ്ട്രീയ ചിന്തകളൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ, കേരളത്തിൻ്റെ സാധാരണ ജീവിതത്തിൽ ഉണ്ടായേക്കാം. വാക്ക് തർക്കങ്ങൾ ഉണ്ടായേക്കാം, പിണക്കങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ കേരളത്തിൽ ഒരു സമൂഹം വലിയ ദുരന്തത്തെ നേരിടുമ്പോൾ, അല്ലെങ്കിൽ വ്യക്തിപരമായി ഒരാൾ വലിയ പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ, അവിടെയൊക്കെ കരുത്തായും കാവലായും ഇതൊക്കെ മറന്നുകൊണ്ട് ജാതിമത ചിന്തകളില്ലാതെ ഒരുമയോടെ പ്രവർത്തിക്കുന്ന ഒരു ജനതയെ കേരളത്തിൽ കാണുവാൻ സാധിക്കും. 1.5 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിക്ക് 18 കോടി രൂപയോളം ചിലവ് വരുന്ന ചികിത്സ കടന്നു വന്നപ്പോൾ, അവരുടെ ജീവിതത്തിലേക്ക് വലിയ പ്രതിസന്ധിയായി കടന്നു വന്നപ്പോൾ, അവിടെ കേരളം മുഴുവൻ എല്ലാം മറന്ന് ഒരുമിച്ച് നിന്ന്, ഒന്നിച്ച് ചേർന്ന്, ഒന്നിച്ച് പ്രവർത്തിച്ചു. 46.78 കോടി രൂപയോളം, 7,70,000 പരം ആളുകൾ ഒരുമയോടെ നിന്ന് ആ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. കാസിം എന്ന കൊച്ചുകുട്ടിക്കും സമാനമായ ഒരു അനുഭവം സമ്മാനിക്കുവാൻ നമുക്ക് സാധിച്ചു. വയനാട് നീറുന്ന ഒരു ഓർമ്മയായി നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ, അവിടെയൊക്കെ ജാതിമത രാഷ്ട്രീയ ചിന്തകളില്ലാതെ സഹോദര സ്നേഹത്തോടെ തേടിയലഞ്ഞ ജീവനുകളെ, അവശേഷിക്കുന്ന ജീവിതങ്ങളെ തിരികെ കൊണ്ടുവരുവാനായിട്ട് തേടിയലഞ്ഞ ഒരുപാട് പേരെ നമുക്ക് കാണുവാൻ സാധിക്കും. 2018 പ്രളയവും സമ്മാനിക്കുന്നത് അത്തരം ഒരുപാട് സാഹോദര്യത്തിൻ്റെ നന്മ പാഠങ്ങളാണ്. അങ്ങനെ കേരളത്തിൻ്റെ ചരിത്രമെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ, കൂട്ടായ്മയിലൂടെ കരുതലിൻ്റെയും കരുണയുടെയും ഒക്കെ അനുഭവങ്ങൾ സമ്മാനിച്ച എത്രയോ ദിനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതാണ് കേരളത്തിൻ്റെ നന്മ, അതാണ് മലയാളിയുടെ നന്മ. ആ ഒരുമയുടെ പെരുമ കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ചിന്തകളിൽ എന്നും ഉണ്ടാകട്ടെ, എൻ്റെ നാട് ഒരുമയുടെ നാടാണ്. ആ ഒരുമയുടെ നന്മ ഞാൻ ജീവിതത്തിൽ ചേർത്ത് വയ്ക്കും. ആയിരിക്കുന്ന ഇടങ്ങളിൽ സ്നേഹത്തിൻ്റെ സന്ദേശം പകരുവാനായിട്ട് നമുക്കും സാധിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ ഏവർക്കും കേരളപ്പിറവിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു.